മോഹൻലാലിന്റെ കിടിലൻ ആക്ഷനാണ്. കിടിലെന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടും തിയേറ്ററിൽ. പെൺകുട്ടികളെ കൊണ്ട് തിയേറ്ററിൽ കൊണ്ട് കാണിച്ച് കിടുക്കനാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ അവർക്കൊരു നല്ലൊരു പ്രചോദനമാണ് സിനിമ. തുടക്കം മൂവി കണ്ടു, ഫസ്റ്റ് ഷോ കണ്ടു. ജൂഡാനിനോട് നമുക്ക് നല്ലൊരു നന്ദി പറഞ്ഞിട്ട് വേണം സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാനായിട്ട്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്. ജൂഡാനിനോട് എന്തുകൊണ്ട് നന്ദി പറയണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ്മയ മോഹൻലാലിനെയും ആശിഷിനെയും ഒരുപാട് സംഭവങ്ങൾ ചെയ്യിപ്പിക്കാതെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യിപ്പിച്ച ഒരു മൂവിയാണ് ഈ പറയുന്ന തുടക്കത്തിൽ വിസ്മയുടെ പ്രകടനത്തിന് മുമ്പ് ആശിഷിൻ്റെ പ്രകടനം പറയണം. ആശിഷിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. നൈസായിട്ടുണ്ട്, അവൻ കൊള്ളാം, അവന് കിടുക്കനായിട്ടുണ്ട്, നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ വിസ്മയ എന്ന് പറയുന്നത് കിടിലൻ ആക്ഷൻ, അതുപോലെ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും ഇടാണ്ട് സാധാരണ രീതിയിൽ നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വീർപ്പിക്കാതെ, അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ, പക്ഷെ കൊച്ചിൻ്റെ മുഖത്ത് ടെൻഷൻ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് മൂവിയുടെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കുറേയൊക്കെ നല്ല രസകരമായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് സ്ത്രീപക്ഷ സിനിമയാണ്. അതുപോലെ ജൂഡാനി ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ്റെ ഉപരിയായിട്ടുള്ള ആക്ഷൻ, ഈ പറയുന്ന വിസ്മയ മോഹൻലാലിന്റെ കിടിലൻ ആക്ഷനാണ്. കിടിലെന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടും തിയേറ്ററിൽ. പെൺകുട്ടികളെ കൊണ്ട് തിയേറ്ററിൽ കൊണ്ട് കാണിച്ച് കിടുക്കനാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ അവർക്കൊരു നല്ലൊരു പ്രചോദനമാണ് സിനിമ. പെൺകുട്ടികൾ വന്ന് ചോദിക്കും എന്താടാ എന്നുള്ളൊരു സാധനമാണ്. ആ സാധനം ചോദിക്കാനുള്ള ഒരു പടം തന്നെയാണത്. അത്രയ്ക്ക് ധൈര്യം കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു ലാലേട്ടൻ്റെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേറ്റർ എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു പോർഷൻ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരു മോട്ടിവേഷൻ, ഒരു ഗുരു എന്നുള്ള രീതിയിലാണ്. മൂവത്തായൊന്നും അല്ല പടം. മൂവത്തായിലൊന്നും പടം ആക്ഷനൊന്നും പുള്ളിക്കാരി ചെയ്തിട്ടില്ല. ഇതിൽ ശരിക്കും നാടൻ ഇടിയാണ്. നല്ല കിടുക്കനായിട്ട് അച്ഛൻ്റെ എല്ലാം മോള് പൊളിച്ചടക്കിയിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്, ആക്ഷൻ ചെയ്തിരിക്കുന്നത് രണ്ടുപേരാണ്. ആരൊക്കെയാണത്? യാനിക് ബെന്നും സ്റ്റണ്ട് സിൽവയാണ്. സെലിൻ റിച്ചാർഡ്, യാനിക് ബെൻ, സ്റ്റണ്ട് സിൽവ, യാനിക് ബെൻ, സെലിൻ റിച്ചാർഡ്. ഇങ്ങനെ 3 പേരാണ് ഇതിന്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ലാലേട്ടന്റെ ഭാഗം ചെറിയൊരു സാധനം തന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഗണേഷ് വന്നിരിക്കുന്നത് ലാലേട്ടന്റെ ഒരു ഇതിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ലാലേട്ടൻ എന്ന് പറയുന്ന സമയത്ത് മകൾക്ക് ഒരു സപ്പോർട്ട്. ഏത് അച്ഛന്മാരാണ് മകൾക്ക്, ഇപ്പൊ മകളായാലും മകനായാലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് വരാത്തത്? കാശുള്ള അച്ഛന്മാർ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒന്നുകിൽ നമുക്ക് കാശ് വേണം, അല്ലെങ്കിൽ നമ്മുടെ അപ്പന്മാർക്ക് കാശ് വേണം, ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കാശ് വേണം. അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം രാഷ്ട്രീയമായാലും സ്പോർട്സ് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയം, സ്പോർട്സ്, സിനിമ, അതുപോലെ ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പോൾ നമുക്കിപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ ആയിരുന്നു, എൻ്റെ മകനാണെങ്കിൽ എൻ്റെ മകനെ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കാം. അതുപോലെ മകളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ ലാലേട്ടന് കൂടെ നിന്ന്. എന്തുകൊണ്ടും പടം നല്ല നൈസായിട്ടാണ് ചെയ്തേക്കണത്. കിടിലനായിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ നല്ലൊരു ആക്ഷൻ ഒരാളായിട്ട് ഇനി പടങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ആശിഷ് ഗംഭീരമാണ്. ഇനിയിപ്പോൾ പടങ്ങളിൽ ഹാവിഷായിട്ട് ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റും. എന്താ പറയുക, നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ അശ്വിൻ നല്ലൊരു പെർഫോമൻസ് ആണ്. ബോബി ചേട്ടൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ബോബി ചേട്ടൻ നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ കോട്ടയം രമേശ് ഉണ്ട്. അതുപോലെ തന്നെ സായികുമാർ അച്ഛൻ മകളുടെ കോമ്പിനേഷൻ നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു പട്ടിയുണ്ട്, മെസ്സി പട്ടിയുടെ പേര് നമ്മൾ ഇത്തിരി വിഷമമായി പോയി. എന്നാലും പട്ടിക്ക് മെസ്സി എന്നൊക്കെ പേരിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജോഡാൻ ചെയ്ത് ശരിയായില്ല. എന്നാൽ പോലും അപ്പൊ അങ്ങനെ നല്ലൊരു പേരാണെന്ന് എനിക്ക് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് ഓണത്തിന് കിടിലായിരുന്നു സന്തോഷത്തോടെ ഇത് കാണാം. പെമ്മക്കളായിട്ട് വന്നിട്ട് കാണുക. അങ്ങനെ ഒരു പടം സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ജൂഡാനി തന്ന്, അതുപോലെ ലാലേട്ടനും അതുപോലെ പാരന്റ് പെരുമ്പാവൂരും അത് ചെയ്യാനായിട്ട് കൂട്ടുനിന്ന്. പിന്നെ സുചിത്ര മോഹൻലാലാണ് എനിക്ക് തോന്നുന്നതിൽ കൂടുതൽ എഫേർട്ട് എടുത്തിരിക്കുന്നത്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുചിത്ര മോഹൻലാൽ ഇങ്ങനെ ഒരു സംഭവം മകള് വരുന്ന പടം ഇങ്ങനത്തെ ആയിരിക്കണമെന്ന് തോന്നി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ആ പടത്തിൽ വിസ്മയ ചിരിച്ചാണ് എല്ലാത്തിലും പ്രസന്റ് ചെയ്തത്. മിക്ക സീനുകളിലും നല്ലൊരു ചിരി പ്രസന്റ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്കും കാണുമ്പോൾ ഒരു ചിരി ഉണ്ടാവും. നിങ്ങളും കണ്ടത് ചിരിച്ച് സന്തോഷിച്ചിറങ്ങുക. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എന്തായാലും തുടക്കം അടിപൊളിയാണ്. പക്ഷേ എപ്പോഴും നമ്മളൊരു ഫസ്റ്റ് സിനിമ കണ്ടിട്ട് നമുക്കൊരു ആക്ടറിനെ വിലയിരുത്താൻ പറ്റില്ല. ഇനി വരുന്ന സിനിമകളൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്ത് ഒരു വലിച്ചു ചെയ്യേണ്ട കാര്യമില്ല. നോക്കിയാൽ നല്ല ആക്ടർ, നല്ല കഥകളുണ്ടെങ്കിൽ നോക്കി കണ്ട് ചെയ്യുക. അടിപൊളിയായിരിക്കും. താങ്ക് യു.